ഹലോ, ഒരു കിടിലൻ ബീഫ് കറി ഉണ്ടാക്കിയാലോ? ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലോട്ട് സവോള, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, എണ്ണ ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കുക. നന്നായി പുരട്ടിയെടുക്കണം. ശേഷം അത് കുക്കറിൽ വെച്ച് 6 വിസിലാണ് എനിക്ക് വേണ്ടത്. ഓരോ ബീഫും ഓരോ വേവാകും, അതിനനുസരിച്ച് ബീഫ് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ബീഫിനുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു തവയിലോട്ട് കുരുമുളക്, പെരിഞ്ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല നന്നായി മിക്സാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ വെള്ളം ചേർത്ത് അരച്ച് റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് ബീഫ് റെഡിയാക്കാം. അതിനുവേണ്ടി എണ്ണ ഒഴിച്ച് അതിലോട്ട് ജിഞ്ചർ, ഗാർലിക് ആൻഡ് കറി ലീവ്സ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി നന്നായി ഉടയുന്നിടം വരെ മിക്സ് ആക്കണം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുത്ത് അത് തിളപ്പിക്കുക. അതിനുശേഷം വേവിച്ച് വെച്ച ബീഫ് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി തിളപ്പിച്ച് കൊടുക്കണം. ബീഫിൻ്റെ എല്ലാ ഭാഗത്തും മസാല ഒന്ന് പിടിക്കണം. അതിനുശേഷം പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് താളിച്ചൊഴിക്കുക. നമ്മളുടെ ബീഫ് കറി ഇവിടെ റെഡിയാണ്. ഇത് എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. ഞങ്ങൾ ഇന്ന് ട്രൈ ചെയ്തത് കപ്പയുടെ കൂടെയാണ്. കപ്പയും ബീഫ് കറിയും അടിപൊളിയായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.